പിന്നെ വോയിസ് റെക്കോർഡ് അല്ലേ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വ്ലോഗ് ചെയ്യുന്ന സമയത്ത് അവിടെ മൈക്കിന്റെ ആവശ്യം വരുമല്ലോ അല്ലെ, ഇവരോട് ചോദിക്കുന്ന സമയത്ത്. അപ്പൊ അന്ന് കോയമ്പത്തൂർ പോയ സമയത്ത് വോയിസ് ഒക്കെ ഒന്നും കൂടി ക്ലിയർ ആവണമെങ്കിൽ മൈക്ക് വെച്ചാൽ ആവേന്നു. ഇതിന്റെ ഒക്കെ ഉണ്ടല്ലേ കാർ ആക്സസറീസ് ഒക്കെ അത് മനസ്സിലാവുന്നുണ്ട്. മിഠായിത്തെരുവിന്റെ ഒക്കെ വിട്ടത്, മറ്റേ സൺഡേ മാർക്കറ്റ് ഒക്കെ വിട്ടത് അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. ശരിയാണ്, മൈക്ക് വേണ്ടതാണ്. ഇപ്പൊ ബുദ്ധിമുട്ട്. പിന്നെ ഡയലോഗും നിങ്ങളെ കാര്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് മെയിനായിട്ട്. അതെനിക്ക് കുറച്ച് കുറവാണ്. ആ വീഡിയോയിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. അല്ല, എന്നാ ട്രീറ്റ് എന്നാ? അതൊക്കെ ശരിയാകും. അല്ല, അത് പൊതുവെ എനിക്ക് അങ്ങനെ തന്നെയാണ്. ആദ്യം മുതലേ അങ്ങനെ ഒരു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വല്ലാണ്ട്. കാര്യത്തിനൊത്ത് സംസാരിക്കാൻ അറിയില്ല. മോണിറ്റേഷൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ റവന്യൂ കോഴിക്കോട് വരുമ്പോ എല്ലാരും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ശരിയാണ്, എല്ലാരും ഓരോ പരീക്ഷണം നടത്തിയല്ലേ. കുറെ പേര് സക്സസ് ആവും, ചെലവ് ചെയ്യാം. ആയിക്കോട്ടെ, നിങ്ങൾ കഴിഞ്ഞ സൺഡേ വരെ വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല കേട്ടോ. ഞാൻ വിളി വരുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു. എന്റെ പ്രാവശ്യം നേരം വൈകി അവിടെ എത്തുമ്പോ. ടൈമില്ലായിരുന്നു. എനിക്ക് തോന്നി വൈകിട്ടാണ് എത്തിയത്. വൈകിട്ടാകുമ്പോ പിന്നെ കടകളൊക്കെ അടക്കും. സൺഡേ മാർക്കറ്റ് ആയിട്ട് 6 മണിയാകുമ്പത്തിന് 5 മണി 6 മണിയാകുമ്പത്തിന് കട. നേരം വൈകി, ഇനി വരുമ്പോൾ വിളിക്കണം. ആയിക്കോട്ടെ, വിളിക്കണം. നമ്മളെ ഇതിന്റെ ഇൻകം ഒക്കെ വരട്ടെ, വന്നിട്ട് നമുക്ക് ചിലവൊക്കെ നടത്തിക്കളാം കേട്ടോ. ഇൻകം വരുമ്പോ പറയണം കേട്ടോ. വേറെ എന്തൊക്കെ വിശേഷം? വേറെ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാവരും ചാറ്റിങ്ങിൽ ആരും വരുന്നില്ല. നമ്മൾ ആർക്കും പിടിച്ചില്ല. നമ്മളാർക്കും ഇഷ്ടമായിട്ടില്ല. ആരെങ്കിലും വരൂ. കമന്റ് ഒന്നും കാണുന്നില്ല. കമന്റ് കാണുന്നില്ലേ? ഇല്ല, ഒരു കമന്റും വരുന്നില്ല. മനസ്സിന്റെ മാത്രം കമന്റ് വരുന്നുള്ളൂ. വേറെ ആരും കമന്റ് അടിക്കില്ലല്ലോ. എല്ലാവരും നോക്കി പോകാണ്. മലയാളികൾ തന്നെയല്ലേ വരുന്നത്. മിസ്സിരി അതിൻ്റെ അടുത്ത് വന്ന് പോയി. മിസ്സിരി മനസ്സിലാവാത്തോണ്ട് പോയതാണോ എന്ന് പറയാൻ പറ്റൂല. കണ്ടില്ലേ കമന്റ്? വേറെ കമന്റ് ഉണ്ടോ? ഒരു മിനിറ്റ് നോക്കട്ടെ. അതെവിടെ നോക്കാം?